തിരുവെൽത്താരയിൽ അണിചേർന്നിടാം, അനുതാപമോടെ ബലിയേകിടാം. കാൽവരിയാഗത്തിൻ ഓർമ്മയുമായി ആബാപിതാവിനു ബലിയേകിടാം. തിരുവെൽത്താരയിൽ അണിചേർന്നിടാം, അനുതാപമോടെ ബലിയേകിടാം. കാൽവരിയാഗത്തിൻ ഓർമ്മയുമായി ആബാപിതാവിനു ബലിയേകിടാം. പൂർണ്ണ മനസ്സാലൊന്നു ചേരാം, പൂജ്യമീ ബലിയേകിടാം. പൂർണ്ണ മനസ്സാൽ ഒന്നു ചേരാം, പൂജ്യമീ ബലിയേകിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. സ്നേഹത്തോടെ ബലിയർപ്പിച്ചിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഈ തീരഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അനേകം മനുഷ്യർ ഒത്തുകൂടുന്ന ഒരിടമാണിത്. അതുകൊണ്ട് ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മെ പരിപൂർണമായും കർത്താവിൻ്റെ കൃപയ്ക്ക് സമർപ്പിക്കാം. ഇന്നിവിടെ ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് ബലിയിൽ സംബന്ധിക്കുന്നവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഷാലോം TV-യിലൂടെ കർത്താവിൻ്റെ കൃപയ്ക്കായി കാത്തിരിക്കുന്ന സകലർക്കും ദൈവാനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ ഈ ബലിയിൽ പങ്കുചേരാം. ഓരോ മനുഷ്യരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന തമ്പുരാൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് ബലിക്കായി ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അവിടുത്തെ തിരുസന്നിധിയിൽ സ്വീകാര്യമായി തീരുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും പാപങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ബലിക്കായി ഒരുങ്ങാം. അനുതാപത്തിൻ്റെ ഹൃദയത്തോടുകൂടെ നമുക്ക് ബലിയർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ ഏവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനോവേ, കർത്താവാം യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ മഹനീയ മാതൃകയാൽ ഉദ്ബോധിതരായി മനുഷ്യരെക്കാൾ ഉപരി അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങൾ പരിശീലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സാമുവേലിൻ്റെ 1 പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു, സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാൻ ഇതാ. അവൻ ഏലിയുടെ അടുക്കലേക്കോടി. അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു, സാമുവേൽ. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു.
ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. മൂന്നാമതും കർത്താവ് സാമുവലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ, സാമുവൽ എന്ന് വിളിച്ചു. സാമുവൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. സാമുവൽ വളർന്നു വന്നു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളിലെന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഇതാ ഞാൻ വരുന്നു, കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. കർത്താവെ, കർത്താവേ, അങ്ങയുടെ ഹിതം അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു. നമ്മുടെ ദൈവത്തിന് ഒരു സ്വസ്ത്രഗീതം. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. കർത്താവെ, കർത്താവേ, അങ്ങയുടെ ഹിതം അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. ഇതാ ഞാൻ വരുന്നു. കർത്താവെ, കർത്താവേ, അങ്ങയുടെ ഹിതം അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. കർത്താവെ, കർത്താവേ, അങ്ങയുടെ ഹിതം അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷവാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. കർത്താവെ, കർത്താവേ, അങ്ങയുടെ ഹിതം അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാകണമെന്നോ? ഒരിക്കലുമില്ല. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവത്വമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവയാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ മിശിഹായും
ക്രിസ്തുവിനെ കണ്ടും അവിടുന്ന് വഴിയായി കൃപയും സത്യവും ഉണ്ടായി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെയും കൂടി നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ജനുവരി മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മാസമാണ്. അർത്തുങ്കൽ നിവാസികൾ ഓരോ വർഷവും ആരംഭം കുറിക്കുന്നത് വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ഉണർന്നുകൊണ്ടാണ്. നമ്മൾ ഇന്ന് ഈ തിരുനാളിന് അണയുമ്പോൾ ഏറെ പരിമിതികളുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് നാം ഇന്ന് ഈ വിശ്വാസത്തിൻ്റെ ആഘോഷം കൊണ്ടാടുന്നത്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഷാലോം ടി വിയിലൂടെ നിങ്ങൾ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ, ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഈ തിരുനാളിന് പ്രസക്തിയുണ്ട്. നമ്മൾ ഒത്തിരിയേറെ വർഷമായി വിശുദ്ധൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നു. സന്തോഷത്തോടുകൂടെ, സമൃദ്ധിയോടുകൂടെ വിശുദ്ധൻ നൽകിയ കൃപകൾക്ക് നന്ദി പറയുന്നുകൊണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ടും നാം ഈ ദേവാലയത്തിലും പരിസരത്തുമായി ഒത്തുകൂടാറുണ്ട്. എന്നാൽ ഈ വർഷം ഈ വിശ്വാസത്തിൻ്റെ ആഘോഷത്തിന് പരിമിതികളുള്ളപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇത് മാറുന്നുവെന്നുള്ളതാണ് സത്യം. യേശുനാഥൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ചോദ്യം വളരെ പ്രസക്തമാണ്. സന്ദർഭമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പത്രോസ് ജീവിതത്തിൻ്റെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്ന സന്ദർഭങ്ങളുണ്ട്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ട് ഇവിടെ തന്നെ ആയിരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് പറയുന്ന നിമിഷങ്ങളുണ്ട്. അപ്പോഴൊന്നുമല്ല പത്രോസിനോട് കർത്താവ് തൻ്റെ സ്നേഹത്തിൻ്റെ ഊടും പാവും ഒന്ന് അന്വേഷിച്ചത്. പത്രോസ് യേശുവിനോട് കൂടെ നടന്ന മനുഷ്യനാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയായവനാണ്. പക്ഷെ തങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു വേദന വന്ന് ഭവിച്ച സമയത്ത്, അന്ന് വരെ കൊണ്ടു നടന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യതിയാനം സംഭവിച്ച സമയത്ത് പത്രോസ് പഴയ പടിയിലേക്ക്, വിശ്വാസത്തെ ഉപേക്ഷിച്ച് പഴയ യാത്രയിലേക്ക്, പഴയ വള്ളവും വലയും എടുത്ത് ഒരിക്കൽ കൂടി ഇറങ്ങിപ്പോകുന്ന സമയത്താണ് കർത്താവ് പത്രോസിനോട് ചോദിച്ചത്,
നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിന് മറുപടി ഉണ്ടായിരുന്നു, വ്യക്തമായ മറുപടി പത്രോസിനുണ്ടായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് പറയുമ്പോൾ ചാഞ്ചല്യമില്ലാതെ പത്രോസ് മറുപടി പറയുന്ന സമയത്ത് യേശുനാഥൻ വീണ്ടും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമത്തെ ചോദ്യത്തിലാണ് പത്രോസ് ഒന്ന് പതറുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പത്രോസ് പറയുന്നത് ഏറെക്കുറെ ഹൃദയത്തിൽ നിന്നാണ്. ആദ്യത്തെ രണ്ട് ഉത്തരങ്ങളും തലച്ചോറിൽ നിന്ന് വരുന്നതാണ്. മൂന്നാമത്തെ ഉത്തരം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വാക്കുകൾക്ക് വ്യത്യാസം വരുന്നത്. പത്രോസ് ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് ബുദ്ധിപരമായ രീതിയിൽ മറുപടി പറയുന്നു. ഒരു ചോദ്യത്തിന് എങ്ങനെയാണോ മറുപടി പറയേണ്ടത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ, ആ ചോദ്യത്തിന് രണ്ടുത്തരമേ ഉള്ളൂ, ഒന്നെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അത് ബുദ്ധിയുടേതാണ്. ബുദ്ധിയുടെ വ്യവഹാരത്തിന് ഈ രണ്ടുത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഉത്തരം നൽകാൻ പത്രോസിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ബുദ്ധി കൊണ്ട് പത്രോസ് മറുപടി നിറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന്റെ സമയത്താണ് പത്രോസ് യേശുനാഥൻ ചോദിക്കുന്നത് എന്തെന്ന് കൃത്യമായി കേട്ടത്. മൂന്നാമത്തെ ചോദ്യം പത്രോസിന് കൃത്യമായി മനസ്സിലായി. കർത്താവ് ചോദിക്കുന്നത് ഇങ്ങനെയായിരുന്നു, പത്രോസേ, നീ എൻ്റെ കൂടെ നടന്നവനാ, എൻ്റെ ജീവിതത്തിൻ്റെ യാത്രാ വഴി അറിഞ്ഞവനാ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ കൺമുന്നിൽ സംഭവിക്കുന്നത് നീ കണ്ടതാണ്, അതിന് നീ സഹകാരിയായതാണ്. പക്ഷേ സത്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സത്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും മാറി നിൽക്കുമ്പോഴും, നിന്റെ ജീവിതത്തിൽ നീ കാത്തു സൂക്ഷിക്കുന്ന വലിയ മഹത്വം നിന്നിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും, വലിയ അടയാളങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. പത്രോസിനോട് ചോദിച്ച ചോദ്യം അതാണ്. സന്തോഷത്തിന്റെ സമയത്ത്, അത്ഭുതങ്ങളുടെ സമയത്ത്, അനുഗ്രഹങ്ങളുടെ സമയത്ത് നിനക്കെന്നോട് ചേർന്ന് നിൽക്കാൻ കഴിയുമോ എന്നുള്ളതല്ല, അത് സാധ്യമാണ്. അത് സാധ്യമാണ്. അത് പത്രോസ് തെളിയിക്കുന്നുണ്ട്. വലിയ മഹത്വത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത്, രൂപാന്തരീകരണത്തിന്റെ വേളയിൽ പത്രോസ് പറയുന്നുണ്ട്, ഇവിടെ ആയിരിക്കുന്നതാ നല്ലത്, ഇവിടെ ആയിരിക്കുന്നതാ നല്ലത്, ഈ മഹത്വത്തിലായിരിക്കുന്നതാ നല്ലത്. അപ്പോഴും കർത്താവ് പറഞ്ഞു, നമുക്ക് ഈ മല വിട്ട് താഴേക്ക് പോകണം. ഈ മഹത്വത്തിന്റെ മലയിൽ മാത്രം ജീവിക്കാനുള്ളവനല്ല നീ, മറിച്ച് ഇവിടം വിട്ട് നീ താഴേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. നമുക്ക് താഴ്വാരങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാക്കിന്റെ പൊരുൾ അവന് മനസ്സിലാകുന്നത് ഈ മൂന്നാമത്തെ ചോദ്യത്തിലാണ്. നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ സമയത്ത്, നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നിനക്കപ്പോഴും നെഞ്ചിൽ കൈ ചേർത്ത് പിടിച്ചു പറയാൻ കഴിയുമോ, എൻ്റെ തമ്പുരാനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ തിരുനാളിനേറെ പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ശുഭകരമായിരിക്കുന്ന ഒരു സമയത്ത്, എല്ലാ കാര്യങ്ങളും കൃത്യമായി ശുഭകരമായി നടക്കുന്ന ഒരു സമയത്ത്, വിശ്വാസത്തിന് യാതൊരു ചാഞ്ചല്യവും ഇല്ലാത്ത സമയത്ത് നാം നടത്തുന്ന ഒരു ആഘോഷമല്ല ഇത്. മറിച്ച് ഏറെ പ്രതിസന്ധിയുള്ള ഒരു സമയത്ത്, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമയത്ത്, നിന്റെ ആഘോഷങ്ങളുടെ പൂർണ്ണതയിലേക്ക് നിന്നെ കർത്താവ് വിളിക്കുന്ന സമയമാണിത്. വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ ജീവിതം ഒന്ന് നോക്കുക. വെല്ലുവിളി നിറഞ്ഞൊരു ജീവിതമാണ് തൻ്റെ കൺമുന്നിലുള്ളതെന്ന് അറിഞ്ഞിട്ട്, തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വേദനകൾക്ക് കൃത്യമായ സൂചനകൾ ഉണ്ടായിട്ട്, ഒരു സമയത്ത് മരണാസന്നനായി കൊല്ലപ്പെട്ടു എന്ന് മറ്റുള്ളവർക്ക്, മർദ്ദകർക്ക് തോന്നുമാറ് ജീവൻ പിരിഞ്ഞ അവസ്ഥയിലായിരുന്നിട്ട് പോലും തിരിച്ചു വന്നിട്ട് വിശുദ്ധന് താൻ എടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്ര കണ്ട് വിശുദ്ധന്റെ ജീവിതം യേശുവിനോട് ഒട്ടി നിൽക്കുന്നതായിരുന്നു. സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കുർബാനയെപ്പറ്റി വലിയ പഠനം നടത്തുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പലരും പോകുമ്പോൾ, യേശുനാഥന്റെ അടുക്കലെത്തുന്ന ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. അതിനുള്ള മറുപടി വ്യക്തമാണ്, ഞങ്ങൾ എവിടെ പോകാനാ, ഞങ്ങൾ എവിടെ പോകാനാ? ജീവന്റെ വചനം നിന്റെ പക്കലാണ്.
ഞങ്ങൾ എവിടെ പോകാനാ? ഞങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടമില്ല. ഞങ്ങൾക്ക് പോകാനുള്ള ഏക സ്ഥലം അത് നിന്റെ സന്നിധാനം മാത്രമാണ്. എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, എന്നിൽ ജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിന്നോടൊട്ടി നിന്നേ എനിക്ക് പറ്റുകയുള്ളൂ. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലാളിക്കാനായിട്ട് തോന്നുന്നതിന് അവളുടെ ജീവിതത്തിൻ്റെ നിർബന്ധിതമായൊരു കാരണം കൂടിയുണ്ട്. ഒരമ്മ കുഞ്ഞിനെ മുലയൂട്ടുന്നത് ആ കുഞ്ഞിന് സന്തോഷമുണ്ടാകുവാനും ആരോഗ്യമുണ്ടാകുവാനുമാണ്. അതോടൊപ്പം തന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൻ്റെ ശാരീരികമായ ഒരാവശ്യമാണ് അവൾക്ക് ഒരു കുഞ്ഞിനെ മുലയൂട്ടുക എന്നുള്ളത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവൾക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകും, അവൾക്ക് ശാരീരികമായ പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ ഒന്ന് ഒട്ടി നിൽക്കുന്ന ഒരു അനുഭവം, ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരനുഭവം വിശ്വാസപരമായ കാര്യത്തിൽ കൂദാശ ജീവിതത്തോട് ചേർന്ന് ഒരുവനുണ്ടാകുന്ന സമയത്ത് ഞാൻ നിർബന്ധിതനാകുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയാതെ പോകുന്ന നിർബന്ധിതമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് എൻ്റെ വിശ്വാസം, എൻ്റെ ക്രിസ്തു എൻ്റെതായി മാറുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, ആർക്കാണ് എന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപെടുത്താൻ കഴിയുക? രോഗങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, വ്യതകൾ ഉണ്ടായിക്കൊള്ളട്ടെ, പീഡനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എന്തു സംഭവിച്ചാലും ആർക്കും എന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്രയും ആഴമായൊരു ബന്ധം ക്രിസ്തുവുമായി രൂപപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. നാം വലിയ രക്തസാക്ഷിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ വലിയ രക്തസാക്ഷിയുടെ തിരുനാൾ ഇവിടെ നാം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധൻ നൽകുന്ന വെല്ലുവിളി ഇതാ: എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യയും ഞാൻ അവനിലുള്ള എൻ്റെ ആശ്രയബോധം ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. അവന് വേണ്ടി ഞാൻ സമർപ്പിച്ച എൻ്റെ ജീവിതത്തിൽ മറുത്തൊരു ചിന്തയ്ക്ക് ഒരവസരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊടുത്തില്ല. മരണം വരെയും ഞാൻ ഏറ്റെടുത്ത വിശ്വാസത്തിൽ നിലനിൽക്കാനായി എനിക്ക് കഴിഞ്ഞു. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നിവിടെ ആയിരിക്കുന്ന നിങ്ങളോടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന ഇന്ന് ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേരുന്ന എല്ലാ മനുഷ്യരോടുമായി ഈ വെല്ലുവിളി അവശേഷിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, ഈ വിശുദ്ധൻ വെല്ലുവിളി പോലെ നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു, നിനക്ക് നീ പറയുന്ന, നീ കാത്തുസൂക്ഷിക്കുന്ന, നീ ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടുന്ന് അവശേഷിപ്പിക്കുന്നുണ്ട്. ഗുരുവും ശിഷ്യനും കൂടി യാത്ര പോയി. യാത്ര പോകുന്ന സമയത്ത് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് പ്രധാനപ്പെട്ട യാത്രയാണ്. ഇന്നുവരെ നമ്മൾ നടന്നതുപോലെയല്ല ഇന്നത്തെ നടപ്പ്. ഇന്നുവരെ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ യാത്രയിൽ ഞാൻ മുഴുവൻ സമയവും നിങ്ങളോട് കൂടെ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം, നിങ്ങൾ എന്നോട് കൂടെ തന്നെ നിൽക്കണം. ഗുരുവും ശിഷ്യനും യാത്ര തുടങ്ങി. കുറെ അങ്ങ് മുന്നോട്ട് പോയ സമയത്ത് ഒരു കല്ല് വന്ന് ഗുരുവിൻ്റെ ശരീരത്തിൽ പതിച്ചു. ശിഷ്യന്മാർ അത്ഭുതത്തോടു കൂടി നോക്കി, ആരാകും ഗുരുവിനെ എറിഞ്ഞത്? ഗുരു ഇതൊന്നും കൂസാതെ മുന്നോട്ട് നടക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ അടുത്തൊരു കല്ല് വന്ന് ഗുരുവിൻ്റെ നെറ്റിയിൽ പതിച്ചു. നെറ്റി പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. അപ്പോൾ ശിഷ്യൻ ചെന്ന് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഈ വഴി നല്ലതല്ലെന്നാ തോന്നുന്നത്, നമുക്ക് വഴിമാറി നടക്കാം, നിന്റെ നേരെ കല്ലുകൾ വരുന്നുണ്ട്. ഗുരു പറഞ്ഞു, അത് നാം ഗവനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ നിന്നെ മനസ്സിലാക്കാനും നമ്മെ മനസ്സിലാക്കാനും കഴിയാത്തവരായിരിക്കും ഈ കല്ലെറിയുന്നത്, നമുക്ക് മുന്നോട്ട് തന്നെ നടക്കാം. അവർ മുന്നോട്ട് തന്നെ യാത്ര ചെയ്തു. പക്ഷെ പിന്നീട് വന്ന കല്ലുകളിൽ ചിലതൊക്കെ ശിഷ്യന്മാരുടെ ദേഹത്ത് കൊണ്ടു. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ തടസ്സമില്ലാത്തവർക്ക് മാത്രം മുന്നോട്ട് പോകാം. എൻ്റെ കൂടെ നടക്കുമ്പോൾ ഈ കല്ലുകൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈ കല്ലുകളെയും അതിജീവിച്ച് മുന്നോട്ട് നടക്കാൻ കഴിയുന്നവർക്ക് മാത്രം വരാം. എണ്ണം കുറഞ്ഞു, കുറച്ചുപേർ മാത്രമായി. യാത്രയങ്ങ് ഒരു കുന്നിൻ്റെ മുകളിൽ ചെന്നു. കുന്നിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗുരു വിരൽ ചൂണ്ടി പിടിച്ചിട്ട്, മുന്നിലേക്ക് വിരൽ ചൂണ്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ യാത്ര ചെയ്യുക. ഇനിയുള്ള യാത്ര നിങ്ങൾ ചെയ്തു കൊള്ളണം, ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊള്ളാം. ഇനി നിങ്ങളാണ് യാത്ര ചെയ്യേണ്ടത്. കല്ലുകളുള്ള വഴിയിലൂടെ, പ്രതിസന്ധിയുള്ള വഴിയിലൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് യാത്ര ചെയ്യേണ്ടത് നിങ്ങളാണ്. ഞാനിവിടെ എൻ്റെ യാത്ര അവസാനിപ്പിക്കുക. ശിഷ്യന്മാർക്ക് ഉള്ളിൽ ഒത്തിരിയേറെ ഭയമായി. അവർ ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നടക്കുക? ഗുരു പറഞ്ഞു, ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കല്ല. എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും അകന്നു പോവില്ല.
എൻ്റെ കൺവെട്ടത്തു നിന്ന് നിങ്ങൾ ഒരിക്കലും അകന്നു പോവില്ല. എൻ്റെ വിരൽപ്പാട് നോക്കി മാത്രം നടന്നാൽ മതി. ഞാൻ ചൂണ്ടിപ്പിടിച്ചിരിക്കുന്ന വിരൽപ്പാട് നോക്കി നിങ്ങൾ നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരിക്കലും പ്രതിസന്ധി ഉണ്ടാവില്ല. ഇന്നും അവൻ വിരൽ ചൂണ്ടിപ്പിടിച്ച് കാൽവരിയിൽ നിൽക്കുകയാണ്. അവൻ കുരിശിൻ്റെ വഴിയെ വന്ന് കാൽവരിയിൽ നിന്നുകൊണ്ട് അവൻ വിരൽ ചൂണ്ടിപ്പിടിച്ച് അവൻ ഇപ്പോഴും നിൽക്കുകയാണ്. അവൻ്റെ വിരൽപ്പാടുകളുടെ മുന്നേ നടന്നവരെയാണ് നാം രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. അവൻ്റെ വിരൽപ്പാടിൽ നിന്ന് അണുവിട വ്യത്യാസമില്ലാതെ മുന്നോട്ട് യാത്ര ചെയ്തവരെയാണ് നാം വിശുദ്ധരെന്ന് പറയുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും ആ വിരലിലേക്കൊന്ന് നോക്കണം. നിന്റെ മുന്നിൽ അവൻ ഒരു വിരൽപ്പാട് വെച്ചിട്ടുണ്ട്. അവൻ വിരൽ ചൂണ്ടി നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നിനക്ക് നടക്കേണ്ട വഴി ഇതാണ് എന്ന് അവൻ പറയുന്നുണ്ട്. ആ വഴിയെ നടക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ വഴിയെ നടക്കാനുള്ള വലിയ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. വിശുദ്ധൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ ചൊരിയുന്നു. അനുഗ്രഹങ്ങൾക്ക്, രോഗശാന്തികൾക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, അത്യാവശ്യങ്ങളിലേക്ക്, കടബാധ്യതകൾ മാറുന്നതിന്, ഭവനമുണ്ടാകുന്നതിന്, വീടുണ്ടാകുന്നതിന്, അനേകം കാര്യങ്ങളുമായി വിശുദ്ധൻ്റെ മുന്നിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു, ഇതിനേക്കാളൊക്കെ ഉപരിയായി ഈ വിശുദ്ധനോട് ചോദിച്ചു വാങ്ങേണ്ട ഏറ്റവും വലിയ കൃപ, അങ്ങ് കാണിച്ച ധീരത ഞങ്ങൾക്കും കാണിക്കാനുള്ള വലിയ കൃപ നൽകണമേ എന്ന്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അങ്ങ് കാണിച്ച ധീരത, ഈ പതറാതെ, ചുവടുകൾക്ക് മാറ്റം വരുത്താതെ, ചാഞ്ചല്യമില്ലാതെ അങ്ങ് ക്രിസ്തുവിൻ്റെ വിരൽപ്പാട് നോക്കി നടന്നതുപോലെ നടക്കാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപ് പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതൻ, ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണ്, സർവവും താൻ വഴി സൃഷ്ടമായെന്നും സത്തതൻ ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ
പുറത്തായി വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാതോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം പുറത്തായിഹത്തിൽ പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നേ. ആ, 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 ആമേൻ. പ്രിയ സഹോദരരെ, വിശ്വാസത്തിൻ്റെ വലിയ ആഘോഷത്തിനായി നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപാനിധിയായ ദൈവമേ, തിരുസഭയെ നയിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി അങ്ങ് നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും സഭാവിശ്വാസത്തിൻ്റെ പരിശീലനത്തിലായിരിക്കുന്ന സകല മനുഷ്യരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയെ ഏറെ വിശ്വാസ തീഷ്ണതയിൽ നിലനിർത്തുവാനും പരിപാലിക്കുവാനും വളർത്തുവാനുമുള്ള ചൈതന്യം അങ്ങേ സഭാപാലകർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ഓരോ കുടുംബത്തിൻ്റെയും സന്തോഷവും സമാധാനവും കുടികൊള്ളുന്നത് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് മുന്നേറാൻ കഴിയുന്നിടത്താണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൃപാനിധിയായ ദൈവമേ, ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ അറിഞ്ഞു മനസ്സിലാക്കി വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാനായി എല്ലാ യുവതി യുവാക്കന്മാർക്കും കൃപ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവരുടെ ജീവിതത്തിൻ്റെ അങ്ങ് നൽകിയിരിക്കുന്ന കഴിവും നല്ല സമയവും അങ്ങയോട് ചേർന്ന് നന്മയ്ക്കായും ലോകത്തിൻ്റെ സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയായി പ്രയോജനപ്പെടുത്തുവാനും അതുവഴി അവരിലൂടെ പുതിയൊരു ലോക സംസ്കാരം രൂപപ്പെടുന്നതിനും ഇടയാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വൃദ്ധരെയും രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ നിരാശകളിലും വേദനകളിലും തമ്പുരാനെ അങ്ങ് കൂടെ ഉണ്ടാകണമേ. ഏറ്റവും പ്രത്യേകമായി ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാഹചര്യമില്ലാതെ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന വൃദ്ധജനങ്ങളെയും രോഗാവസ്ഥയിലായിരിക്കുന്നവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനയിലും ഏകാന്തതയിലും ബുദ്ധിമുട്ടുകളിലും അങ്ങ് തന്നെ കൂടെ നിന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി ഈ ബലിയിൽ പങ്കുചേരുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ, വ്യക്തിപരമായ നിയോഗങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എവിടെയായിരുന്നാലും, ലോകത്തിൽ എവിടെയായിരുന്നാലും ഇന്ന് ഈ ബലിപീഠത്തിൽ പങ്കുചേരുമ്പോൾ വിശുദ്ധൻ്റെ പ്രത്യേകമായ അനുഗ്രഹ മാധ്യസ്ഥങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു വിശ്വസിക്കുക. ഈ ഒരു ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നിൽക്കുന്നതെന്ന തിരിച്ചറിവോടുകൂടെ ഒരു വലിയ വിശുദ്ധൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമ്മോട് കൂടെ ഉണ്ടെന്നും നമ്മെ സഹായിക്കാനുണ്ടെന്നുമുള്ള വലിയ ഉറപ്പോടുകൂടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ പരിപൂർണമായും അറിയുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളും കണ്ണുനീരും നെടുവീർപ്പും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനകളായി സമർപ്പിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്ന വീഞ്ഞിനോടൊപ്പം ഞങ്ങൾ ചേർക്കുന്ന ഒരുറ്റുവെള്ളം ഞങ്ങളുടെ കണ്ണുനീർ കണങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഈ ബലിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. തമ്പുരാനെ, ബലിവസ്തുക്കളോടൊപ്പം ഞങ്ങളെയും ആശീർവദിച്ച് പവിത്രീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.
ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്തു സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്തു സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. എന്നെയും എൻ സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്തു സമ്മാനമുണ്ട്? സ്വന്തമാണെന്നു കരുതിയതെല്ലാം നിനക്കായി മാത്രം ഞാൻ ത്യജിച്ചു. സ്വന്തമാണെന്ന് കരുതിയതെല്ലാം നിനക്കായി മാത്രം ഞാൻ ത്യജിച്ചു. പിന്തിരിഞ്ഞൊരു നാളും നോക്കില്ല ഞാൻ, പൂർണ്ണമായി എന്നെ നൽകിയതല്ലേ. ഇനിയുള്ള ജീവിതം നിനക്കല്ലേ, ഞാൻ നിന്റേതല്ലേ. പ്രിയ സഹോദരരെ, നമ്മൾ ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ സെബാസ്റ്റ്യൻ സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. തിരുപവമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ
ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞു കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് റാഫേൽ പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരുടെയും മേൽ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റിനോടും ലോകാരംഭം മുതൽ അങ്ങേയ്ക്ക് പ്രിയങ്കരമാംവിധം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളേവരെയും അർഹരാക്കി തീർക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചു. മക്കളാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ, ആ ഒരു വലിയ ധൈര്യത്തോടുകൂടെ യേശുനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്നു ചേർന്ന് ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷ
കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ശക്തി ആർജിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു നീ ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ്
നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോവുക. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.